ഹായ്, എല്ലാവർക്കും സാറാസ് കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ബീഫ് മന്തി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നോക്കാം. ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം ഒന്ന് ചെറിയൊരു ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയ ചൂടിൽ ഒന്ന് സ്മെല്ല് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് മന്തി മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിത് കടയിൽ നിന്നൊന്നും വാങ്ങണ്ടല്ലോ, വീട്ടിൽ തന്നെ മന്തി മസാല റെഡിയാക്കിയാൽ. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് കഴുകിയിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ക്യാപ്സിക്കം ഇതെല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിനയില, ഇതെല്ലാം ബീഫിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മന്തി മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3 സ്പൂണ്. കുറച്ച് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 7-8 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ ചോറ് റെഡിയാക്കാം. അരി ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടേനു. അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒഴിച്ചു കൊടുത്തിന്. അപ്പം ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് 1/4 വേവായതിന് ശേഷമാണ് ചോറിന് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഫസ്റ്റ് ചോറ് റെഡിയാക്കി വെച്ചിനെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലും കുറച്ച് ഇതിൻ്റെ മേളിലുള്ള എണ്ണൻ്റെ നീര് ഞാൻ ചോറിലിട്ട് കൊടുക്കാൻ കോരി വെക്കുന്നുണ്ട്. റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് വേവായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കുറച്ച് മസാല ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ മസാലയെല്ലാം അടിയിൽ ഇട്ട് കൊടുത്തിട്ട് മേലിൽ ചോറിട്ട് കൊടുക്കലാന്ന്. പക്ഷെ ഇന്ന് ഞാൻ വേറെ മോഡലാണ് ഉണ്ടാക്കുന്നത്. ഒരു ബിരിയാണിൻ്റെ ഒരു ഏകദേശം ഈ ലെവൽ അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ഒരു കളറ് കിട്ടണ്ടെങ്കിൽ കുറച്ചൊരു മഞ്ഞളിൽ വെള്ളം മിക്സാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിന്. നേരത്തെ നമ്മൾ കോരി വെച്ച നീരില്ലേ, അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയും ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ബീഫ് മന്തി അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയിലും. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ്, എന്നിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മേളിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് ഒരു 2-3 മിനിറ്റ് സ്മോക്ക് ചെയ്തെടുക്കണം. നേരത്തെ ബാക്കി വന്ന മസാലപ്പൊടി ഇല്ലേ, അത് കുറച്ച് ഇതിൻ്റെ മേളിലിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്.
ഈ മസാലപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്മോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ഇനിയും വരുന്നതാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. സൂപ്പർ ടേസ്റ്റാന്ന്, ഒരു രക്ഷയുമില്ല കേട്ടോ. അടിപൊളി ബീഫ് മന്തിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ.